ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 4 ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണേൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ കാണിക്കുന്ന ഷിനോബു ഡോമേനെ സീലിംഗിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ പോയിസൺ നന്നായി തന്നെ ഡോമയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഷിനോബു അവളുടെ കുട്ടിക്കാലം ഓർക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയും ചേച്ചിയും അവളും അടങ്ങി ചെറിയൊരു കുടുംബമായിരുന്നു. അവരെ ഒരു ഡീമൻ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് സ്റ്റോൺ ഹാഷറായിട്ടുള്ള ഗോമയായിരുന്നു. അന്ന് മുതലായിരുന്നു ഇവർ രണ്ടുപേരും ഡീമൺ സ്ലേയേഴ്സ് ആയി മാറിയത്. അതിനിടയിലായിരുന്നു ഈ ഡോമ അവളുടെ ചേച്ചിയെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ഷിനോബു നിൽക്കുമ്പോൾ തന്നെ ഷിനോബുവിൻ്റെ വാൾ അവിടുന്ന് സ്ലിപ്പായി പോവുകയാണ്. ഇത് കണ്ടതും ഡോമ അവളെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതുവരെയും ഒരു ഹാഷിറ പോലും എന്നോട് ഇത്രയും നേരം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അവർക്ക് ഹോൾഡ് ചെയ്യാൻ പോലും എന്നെ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നീ നല്ലൊരു പെണ്ണാണ്, നീ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നിനക്ക് കുറച്ച് വീക്ക് പോയിന്റ്സ് ഉണ്ട്. പറ, നിന്റെ അവസാനത്തെ വാക്കെന്താ? അത് പറ. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊന്നു തിന്നാൻ പോവുകയാണ്. ഇത് കേട്ടത് ഷിനോബു അവളുടെ അവസാനത്തെ വാക്ക് പറയാണ്, ഗോ ടു ഹെൽ. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് ആ ഡോർ തുറന്നു വരുന്ന കാനനെയാണ്. കാനോ ഇത് കണ്ടതും ആകെ ഷോക്കാവുകയാണ്. ഫ്ലവർ ബ്രീത്തിങ് ഫോർത്ത് ഫോം യൂസ് ചെയ്തിട്ട് കാനെ ഡോമിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് മാറുന്ന ഡോമ പറയാണ്, ഞാനൊരാളെ അബ്സോർബ് ചെയ്യുന്ന നേരം എന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ എന്ന് പറയാണ്. ഷിനോബുവിൻ്റെ ബോഡി ആകെ പിച്ച് ചീഞ്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത സൈനിൽ കളിക്കുന്നത് നമ്മുടെ സിനിറ്റ്സുവിനെയാണ്. സിനിറ്റ്സു നേരെ വന്നിട്ട് ഒരു ഡോറിനടുത്തെന്ന് പറയാണ്, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തന്നെ ആ ഡോർ തുറന്ന് കൈകാക്കു എന്ന് പറഞ്ഞ അപ്പർ റാങ്ക് 6 ടീം പുറത്ത് വരികയാണ്. എന്താടാ, നിനക്ക് സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലേ? അതിന് നീ ഇപ്പോൾ എൻ്റെ സീനിയർ അല്ല. അടുത്ത സൈനിൽ കളിക്കുന്നത് നമ്മുടെ ഗിയോനെയും ടാഞ്ചറോനെയാണ്. ഇരുവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാഞ്ചറോ പെട്ടെന്ന് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ തന്നെ ടാഞ്ചറോനെ ഗിയോ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ബിൽഡിംഗ് നമ്മളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു കാക്ക വന്നിട്ട് പറയാണ്, ഷിനോബു മരിച്ചു പോയിരിക്കുന്നു. അപ്പോഴാണ് ഗിയോ കാക്കയുടെ മേൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ കാണുന്നത്. സംഭവം ഒന്നല്ല, ഈ ഉപേക്ഷിക്കുന്നൊരു മൂത്ത മോനുണ്ട്. അവനും അവൻ്റെ സിസ്റ്റേഴ്സും ചേർന്നിട്ട് ഈ ഇൻഫിനിറ്റി കാസ്റ്റിനെ കാക്കകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുകയാണ്. അതായത് എപ്പോഴാണ് ഇവിടുന്ന് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ കാക്കകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണം. അതാണ് ഈ കാക്കകൾ ഇൻഫിനിറ്റി കാസ്റ്റിന് ചുറ്റും വട്ടമിട്ട് വറക്കുന്നത്. അതായത് നമ്മുടെ ഉപേക്ഷിക്ക് 2 മക്കളല്ല ഉള്ളത്, ടോട്ടൽ 5 മക്കളുണ്ട്. അതിൽ 2 മക്കൾ ഉപേക്ഷിക്കിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട്. ആരാണ് 2 ആൾക്കാരാണ് മരിച്ചത്. ബാക്കി 3 മക്കളുണ്ട്. 3 മക്കൾ, ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടിയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഉപേക്ഷിക്കിൻ്റെ മോനാണ് ഈ ഉപേക്ഷിക്ക് ഹൗസിൻ്റെ ഹെഡ്. അങ്ങനെ അവർ പറയാണ്, ആ മുസാൻ അവിടെ നിന്ന് ശരിക്കും മാറിയിട്ടില്ല. അതായത് ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ അതിൽ നിന്ന് ഒരുപാട് അകലെയാണുള്ളത്. ഇപ്പോൾ അപ്പർ റാങ്കിനെ ഫേസ് ചെയ്യുന്നത് സെനിറ്റ്സുവും കാനോയും മാത്രമാണ്. നീ ഒരു ഡീമൺ സ്ലെയർ ആണോ? നിനക്കതിന് ശക്തിയുണ്ടോ? നീ എപ്പോഴും ചെറിയ പയ്യൻ തന്നെ. നീ ഇപ്പോഴും വീക്കാണല്ലേ? നിനക്കൊരു ഫോം മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെനിറ്റ്സു പറയാണ്, നീ അപ്പർ റാങ്ക് 1 ഡീമനായാലും ഹാപ്പിയാണോ? നീ എന്തിനാണ് ഡീമനായി മാറിയത്? കൈകാക്കുനോട് ചോദിക്കുകയാണ്. നീയല്ലേ ലൈറ്റ്നിങ് ബ്രീത്തിങ്ങിൻ്റെ ശരിയായ സക്സസർ. നീ എന്തിനാണ് ഡീമനായി മാറിയത്? നീ ഡീമനായില്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ മരിക്കില്ലായിരുന്നു. അതായത് നമ്മുടെ ഹാഷിറ ട്രെയിനിങ് ആർക്കിൽ സെനിറ്റ്സുവിന് ഒരു ഒരു കത്ത് കൊണ്ട് കൊടുക്കുന്നില്ലേ? അതെന്നറിയുന്നത് ഈ അപ്പൂപ്പൻ മരിച്ച വിവരം അറിയുന്നതാണ് സെനിറ്റ്സു. ഈ കൈകൾക്കാണ് ലൈറ്റ്നിങ് ബ്രീത്തിങ്ങിൻ്റെ ശരിയായ സക്സസ്. ഈ സെനിറ്റ്സുവിന് ഇയാൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇവനൊരു ഡീമനായിട്ട് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഇവൻ ഡീമനായി മാറിയ തന്നെ കൂടുതൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതറിഞ്ഞ അവൻ്റെ അപ്പൂപ്പൻ സ്വയം തന്നെ കുത്തി മരിക്കുന്നുണ്ട്. ഇവരെ ക്ലയൻറ്റ് രീതി അനുസരിച്ച് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് അയാളുടെ തല പുറകിൽ നിന്ന് ഒരാൾ വെട്ടിയെടുക്കണം. അല്ലെങ്കിൽ അയാൾക്ക് പെയിൻഫുൾ ഡെത്ത് ആയിരിക്കും. അപ്പോൾ തന്നെ ഈ അപ്പൂപ്പന് പെയിൻഫുൾ ഡെത്താണെന്നാണ് സെനിറ്റ്സു പറയുന്നത്. ഇതൊക്കെ കേട്ടതും കൈകക്കു ഭയങ്കര സന്തോഷത്തോടെ പറയാണ്, അയാൾ ചത്തത് നന്നായി. എനിക്ക് അയാളൊരു വിലയും തന്നിട്ടുണ്ടായിരുന്നില്ല. നിന്നെപ്പോലെ വളരെ വിഡ്ഢികളായ ആളുകളുടെ കൂടെയായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നത്. അയാൾ എന്തിനാണ് ജീവിച്ചിരുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാളൊരു സക്സസറായിട്ട് എന്നെ കണ്ടിട്ടുകൂടെയില്ല എന്ന് പറയാണ്. ഞാൻ ഇപ്പോഴില്ല ഈ സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് എനിക്ക് നല്ല സന്തോഷമാണ്. എല്ലാവരും എനിക്ക് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റാണ് ഇവിടെ തരുന്നത്. ഇത് കേട്ടത് സെനിറ്റ്സുവിനൊക്കെ ദേഷ്യം പിടിക്കും. എന്നിട്ട് സെനിറ്റ്സു പറയാണ്, ഞാൻ പൊട്ടനാണ്, നിന്നെ അതിലും പൊട്ടനാണ്. എനിക്കൊരു ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിനക്ക് എല്ലാ ഫോമും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നീ നല്ലൊരു സക്സസറായി മാറിയില്ല. ഇത് കേട്ടത് കൈകാക്കുനൊക്കെ ദേഷ്യം പിടിക്കുകയാണ്. അവൻ തണ്ടർ ബ്രീത്തിങ് 4th ഫോം യൂസ് ചെയ്തിട്ട് സെനിറ്റ്സുവിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ സെനിറ്റ്സു അവൻ്റെ സോഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. എടാ കൈകാക്കു, നീ എന്നെക്കാട്ടും സ്ലോ ആണെന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ കട്ടായിരിക്കുന്നത് കൈകാക്കുവിൻ്റെ തലയാണ്. ഇപ്പോൾ നമ്മുടെ സെനിറ്റ്സു കൈകാക്കുവിനെക്കാട്ടും വളരെ സ്പീഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കാണാവുന്നത് നമ്മുടെ തണ്ടർ ബ്രീത്ത് യൂസറായിട്ടുള്ള സെനിറ്റ്സു നമ്മുടെ അപ്പർ റാങ്ക് 6 ഡീമനായിട്ടുള്ള കൈകക്കോ നമ്മളൊരു പൊരിഞ്ഞ ഫൈറ്റാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ടാറ്റാ.